നമസ്തേ. നാഡീശുദ്ധി പ്രാണായാമ അഥവാ അനുലോമ വിലോമ എന്താണ്, അത് എന്തിനാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാ പ്രാണായാമ പോലെ തന്നെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും മൈഗ്രെയിൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അനുലോമ വിലോമ നാഡീശുദ്ധി പ്രാണായാമ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ സുഖാസനത്തിലിരിക്കുക. ശേഷം ഇടത് കൈ ചിന്മുദ്ര പിടിക്കുക, വലത് കൈ നാസികാമുദ്ര, വലത് മൂക്ക് പൊത്തിപ്പിടിക്കുക, കണ്ണടക്കുക. നമ്മൾ ഏതൊരു പ്രാണായാമ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഏതൊരു ധ്യാനാസനത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യം നട്ടൽ സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇരിക്കുക. ചെസ്റ്റ് ഓപ്പണാക്കി ഒരല്പം മാത്രം താടിയെല്ല് ഉയർത്തിപ്പിടിക്കുക. ചിന്മുദ്ര, നാസികാമുദ്ര, വലത് മൂക്ക് പൊത്തിപ്പിടിച്ചതിന് ശേഷം കണ്ണടച്ച് ശ്വസനഗതിയെ നിരീക്ഷിച്ചുകൊണ്ട് ഇടത് മൂക്കിലൂടെ 8 സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചിട്ട് 8 സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക എന്നുള്ളതൊക്കെ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 5, 10 ഈ രൂപത്തിൽ ചെയ്യാം. 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക, 10 സെക്കൻഡ് കൊണ്ട് പുറത്ത് വിടുക. അത് എങ്ങനെ പുറത്ത് വിടണം എന്നുള്ള രീതി കാണിക്കാം. പിന്നെ നിങ്ങളങ്ങനെ 5, 6 അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് 8, 16 എത്തിയാൽ മതി. ചെയ്യുന്നത് കണ്ടോളൂ. ശ്വാസം ഇടത് മൂക്കിലൂടെ 8 സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക, ശേഷം നമ്മുടെ മോതിര വിരൽ കൊണ്ട് ഇടത് മൂക്ക് പൊത്തി വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. അതിലൂടെ 16 സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. സെക്കൻഡിന് ശേഷം പുറത്ത് വിട്ട മൂക്കിലൂടെ വീണ്ടും 8 സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക. ശേഷം മറുവശം പൊത്തിപ്പിടിച്ച് ഓപ്പോസിറ്റ് സൈഡിലൂടെ 16 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് മൂക്കിലൂടെയാണോ ശ്വാസം എക്സൈൽ ചെയ്തിട്ടുള്ളത് ആ മൂക്കിലൂടെ തന്നെ 8 സെക്കൻഡ് കൊണ്ട് ഇൻഹെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 8, 16 ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ 4, 8 മിനിമം ആ രൂപത്തിലെങ്കിലും ചെയ്ത് തുടങ്ങുക. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ ഉള്ളവർക്ക് നല്ലൊരു പരിഹാര മാർഗവും അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗം കൂടിയാണ്. നന്ദി.